ബലി പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം, അതിനു മുമ്പുള്ള 10 രാത്രികൾ തന്നെയാണ് സത്യം. അല്ലാഹു ഇങ്ങനെ സത്യം ചെയ്ത രാത്രി ഇനിയില്ല. റമദാനിലെ രാത്രി കൊണ്ട് പോലും അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. അല്ലാഹു സത്യം ചെയ്ത രാത്രിയാണ്. അപ്പൊ എന്റെ വിഷയം ആദത്താ, ഇബാദത്തിലേക്ക് വാതിൽ ഇപ്പോഴും തുറന്നിട്ടില്ല. അതായത് നടന്നു പോകുന്ന നിങ്ങളെ ഒരാളെ നിങ്ങൾ കൊതിക്കുക, ആ ആളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ വാഹനത്തിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ 10,000-കണക്കിന് കിലോമീറ്റർ ഒറ്റയടിക്കൽ എത്തിച്ചു കൊടുക്കും. നിങ്ങൾ നടത്താം. ആ നടത്തത്തിനിടയിൽ നിങ്ങൾ ഒരു വാഹനത്തിൽ കയറിയ 10,000-കണക്കിന് കിലോമീറ്റർ എത്തിക്കണമെങ്കിലും അങ്ങനത്തെ ഒരു വാഹനത്തെ കിട്ടിയാൽ ഞാൻ നടക്കുകയാണ്, അള്ളാഹുവിലേക്ക് നടക്കുകയാണ് എന്ന് ബോധമുള്ള ഒരു മനുഷ്യൻ ആ വാഹനത്തിൽ കയറുമല്ലേ? എന്താ കയറാത്ത്? ആരാണ് ഈ സത്യം ചെയ്ത്? ആരാ സത്യം ചെയ്ത്? അല്ലാഹ്. വൽ ഫജ്രി, ബലി പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്രിൻ, അതിനു മുമ്പുള്ള 10 രാത്രികൾ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ഒരു മഖ്ലൂക്കിനെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യണമെങ്കിൽ ആ മഖ്ലൂക്കിന് അള്ളാഹുവിന്റെ അടുക്കലുള്ള വില എത്ര എന്ന് ചിന്തിക്കും. ഒരാളുടെ ഇന്നലേക്കാൾ ചുരുങ്ങിയതാണെങ്കിൽ അയാൾ തടയപ്പെട്ടവനായി, അയാളുടെ ഇന്നലെയും ഇന്നും ഒരുപോലാണെങ്കിൽ വഞ്ചിതനുമായി. അവൻ ആഗ്രഹിക്കപ്പെട്ടവൻ, വലിയ താല്പര്യത്തിന്. ഒരു മനുഷ്യന്റെ ഇന്നലെ ഇന്നും ഒരുപോലാണെങ്കിൽ അവൻ മഖ്ബൂനൻ, വഞ്ചിതൻ. അതായത് ഇന്നലെ ഇന്നും ഒരുപോലാണെങ്കിൽ വഞ്ചിതൻ. അള്ളാഹുവിലേക്ക് നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഏത്? വെള്ളിയാഴ്ച. വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒരുപോലെയാണ് എങ്കിൽ അവൻ പിശാചിന്റെ പിടിയിലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒരുപോലെ ആവില്ല. ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. വെള്ളിയാഴ്ച അസ്റിന്റെ ശേഷം അല്ലാഹ് അല്ലാതെ ചിന്തിക്കാൻ പാടില്ല. കുറച്ച് ദിവസം ചെയ്ത് നോക്കി, കുറച്ചാഴ്ച അള്ളാഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച അസ്റിന്റെ ശേഷം. വെള്ളിയാഴ്ച ജുമുഅ അല്ല, വെള്ളിയാഴ്ച ജുമുഅ ആദത്താ. വെള്ളിയാഴ്ച അസ്റിന്റെ ശേഷം അങ്ങനെയല്ല. വെള്ളിയാഴ്ച അസ്റിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. അള്ളാഹുവിലേക്കുള്ള നടത്തം, അള്ളാഹുവിലേക്ക് നടക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒരുപോലെ ആവില്ല. അള്ളാഹുവിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാതിൽ തുറന്നു കിട്ടാൻ ഒറ്റ വഴിയാണുള്ളത്. ആദ്യം ഒരു ദർവാസ തുറക്കണ്ടേ? ഒരു ദർവാസ തുറന്നാലല്ലേ ആയിരക്കണക്കിന് ദർവാസകളുള്ള കൊട്ടാരത്തിലേക്ക് നിങ്ങൾ കയറുന്നത്. അതിൽ ആദ്യത്തെ ദർവാസ പോലും തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കയറും? ഫസ്റ്റ് ദർവാസയും തുറന്നിട്ടില്ല നോക്കാം. ആയിരക്കണക്കിന് ദർവാസകളുള്ള ഒരു കൊട്ടാരത്തിലേക്ക് കയറാൻ പോവുക. അതിൽ ആദ്യത്തെ ദർവാസ പോലും തുറക്കാത്ത ഒരാൾ കൊട്ടാരത്തിൽ എങ്ങനെ കയറും? കൊട്ടാരത്തിൽ കയറിയാലും പോരാ, കൊട്ടാരത്തിന് ഫനാഅത്തുകളുണ്ട്, നടുമുറ്റങ്ങൾ ആയിരക്കണക്കിന്. ആ നടുമുറ്റങ്ങളൊക്കെ കഴിഞ്ഞാലും എന്തുണ്ട്? വാതിലുകളുണ്ട്. ഇതാണ് അള്ളാന്റെ കൊട്ടാരം. ഈ വാതിലെല്ലാം തുറന്നു കയറണം. അതിന് തയ്യാറാവുന്നതിനനുസരിച്ച് വാതിൽ തുറക്കും. വാതിലിന്റെ അടുത്തെത്താൻ നീ എത്തിയാൽ തന്നെ ഒറ്റക്ക് തുറക്കും. എന്നതുപോലെയാണ് ഈ ദർവാസിന്റെ അടുത്ത് ഈ എത്തിനോട് കൂടെ ദർവാസ തുറക്കും. അതിനെന്ത് വേണം? നിന്റെ സെയർ മുന്നോട്ട് വേണം, നിന്റെ നടത്തം മുന്നോട്ട് വേണം. തുറക്കാതെ രക്ഷപ്പെടുവില്ല. തുറക്കണം, വാതിൽ തുറക്കണം. ആയിരക്കണക്കായ ദർവാസകളുണ്ട് അള്ളാന്റെ കൊട്ടാരത്തിൽ, ആയിരക്കണക്കായ കൊട്ടാരം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സാലിഹ്യങ്ങൾ മുസാഫഹാത്ത് ചെയ്യണം. സാലിഹ്യങ്ങൾ മുസാഫഹാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. അവിടെ പ്ലഗ് കണ്ടില്ലേ? ആ പ്ലഗിന്റെ ഉള്ളിൽ ആ സമയം കരണ്ട് ഉണ്ടാവും. കരണ്ട് ഈ കെട്ടിടത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ കരണ്ട് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഇവിടുത്തെ ഈ സാധനത്തിൽ കരണ്ട് ഇല്ല, പക്ഷെ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. എന്ത് കിട്ടണം? കരണ്ട്. അപ്പൊ വേഗം അതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കും. ഇത് തന്നെയാണ് സ്വാലിഹ്യങ്ങൾ മുസാഫഹാത്ത്. മുസാഫഹാത്ത് ചെയ്യാൻ പറ്റാത്തവരെ മുസാഫഹാത്ത് ചെയ്യരുത് എന്ന് ഈ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുസാഫഹാത്ത് ചെയ്യാൻ പറ്റാത്ത ആളുകളെ മുസാഫഹാത്ത് ചെയ്യരുത്. എന്തുകൊണ്ട്? മലായിക്കത്തിന്റെ ബന്ധം കയ്യിലൂടെ കയറും പോലെ പിശാചിന്റെ ബന്ധവും കയ്യിലൂടെ കയറും. മലക്കുകളുടെ ബന്ധം കയ്യിൽ കയറുന്നത് പോലെ എന്ത് ചെയ്യും? മുസാഫഹാത്ത് ചെയ്യാൻ തറാവിൽ കരണ്ടിനെ സ്വീകരിക്കാം. നിനക്ക് സെയർ എളുപ്പമാക്കാൻ നിന്റെ ബോഡിയിൽ കരണ്ട് പാസ് ചെയ്യാം. ഈ കരണ്ട് പാസ് ചെയ്യുന്ന ഇലാഹിയായ നൂറ്. ഈ ഇലാഹിയായ നൂറ് എളുപ്പമാക്കാനുള്ള വഴി എന്താണ്? മുസാഫഹാത്തൊക്കെ ചെയ്യാം. പിന്നെ എളുപ്പമാക്കാനുള്ള വഴി എന്താണ്? നിന്റെ അടുത്ത് മലായിക്കത്ത് ഇരിക്കുകയും നിന്റെ ലിസ്റ്റിൽ, നിന്റെ നോട്ടത്തിൽ മലക്കുകൾ വരുന്ന സാഹചര്യത്തിലേക്ക് നീ എത്തും ചെയ്യാം. അതെങ്ങനെ? ഒരു പ്രത്യേകമായ സമയത്ത് ഒരാൾ ഒറ്റക്കിരിക്കേണ്ട, മലക്കയളം അയാളെ ശ്രദ്ധിക്കും. നട്ടപ്പതരക്ക്. ബലി പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം, അതിനു മുമ്പുള്ള 10 രാത്രികൾ തന്നെയാണ് സത്യം. അല്ലാഹു ഇങ്ങനെ സത്യം ചെയ്ത രാത്രി ഇനിയില്ല. റമദാനിലെ രാത്രി കൊണ്ട് പോലും അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. അല്ലാഹു സത്യം ചെയ്ത രാത്രിയാണ്. അപ്പൊ എന്റെ വിഷയം ആദത്താ, ഇബാദത്തിലേക്ക് വാതിൽ ഇപ്പോഴും തുറന്നിട്ടില്ല. അതായത് നടന്നു പോകുന്ന നിങ്ങളെ ഒരാളെ നിങ്ങൾ കൊതിക്കുക, ആ ആളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ വാഹനത്തിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ 10,000-കണക്കിന് കിലോമീറ്റർ ഒറ്റയടിക്കൽ എത്തിച്ചു കൊടുക്കും. നിങ്ങൾ നടത്താം.
ആ നടത്തത്തിനിടയിൽ നിങ്ങൾ ഒരു വാഹനത്തിൽ കയറിയ 10,000 കിലോമീറ്റർ എത്തിക്കണമെങ്കിലും അങ്ങനത്തെ ഒരു വാഹനത്തെ കിട്ടിയാൽ ഞാൻ നടക്കുകയാണ്, അള്ളാഹുവിലേക്ക് നടക്കുകയാണ് എന്ന് ബോധമുള്ള ഒരു മനുഷ്യൻ ആ വാഹനത്തിൽ കയറുമല്ലേ? എന്താ കയറാത്ത്? ആരാണ് ഈ സത്യം ചെയ്ത്? ആരാ സത്യം ചെയ്ത്? അല്ലാഹ്. വൽ ഫജ്രി, ബലിപെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്രിൻ, അതിനു മുമ്പുള്ള 10 രാത്രികൾ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ഒരു മഖ്ലൂക്കിനെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യണമെങ്കിൽ ആ മഖ്ലൂക്കിന് അള്ളാഹുവിന്റെ അടുക്കലുള്ള വില എത്ര എന്ന് ചിന്തിക്കും. ആ വാഹനത്ത് കയറിയാൽ 10,000 അള്ളാഹുവിലേക്കുള്ള യാത്രയില്ല. ദൂരം കുറച്ച് കൂടുതൽ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? നേരത്തെ പുറപ്പെടേണ്ടി വരും, വാഹനത്തെ ആശ്രയിക്കേണ്ടി വരും. അള്ളാഹുവിലേക്കുള്ള സീറാണ്. അള്ളാഹു നീ വളരെ അകലത്തില്ല. എന്തുകൊണ്ട്? നീ ഒരു സൃഷ്ടിയാണ്, അവൻ രാജാതിരാജനാണ്. അവന്റെ അടുത്തേക്ക് നിനക്ക് എത്താൻ കഴിയും. അതിന് എത്തിയല്ല അതിന് മുഖറബ് എന്ന് പറയും, അടുത്തെത്തിയ ആൾ മുഖറബ്. ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും ഏറ്റവും അടുത്ത് വന്നിരിക്കുക. അടുത്ത് സ്ഥിരമായി ഇരുന്ന ഒരാൾ മെല്ലെ 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 വാതിൽക്കിലേക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ക്ലാസ് നിർത്താൻ തീരുമാനിച്ചു. മുഖറബ് എന്താ? മുഖറബ് പറഞ്ഞാൽ അടുത്താണ്, ഏറ്റവും അടുത്താണ്. ഏറ്റവും അടുത്ത ആളാണെങ്കിൽ എല്ലാത്തരം ആനന്ദവും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. സൈറ് നടക്കണം. സൈറ് നടക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹു നിന്നെ തൊട്ട് വല്ല അകല. നീ ആകട്ടെ ഭൗതികമായ ചിന്തകൾ കൊണ്ടും നികൃഷ്ടമായ താല്പര്യങ്ങൾ കൊണ്ടും അല്ലാഹുവിൽ അകന്നു പോയിട്ട് നീ എന്ത് ചെയ്യണം? അല്ലാഹുവിലേക്ക് അടുക്കണം. അതിന് നിനക്ക് 2 കാര്യം ചെയ്യാം. എന്ത്? സമയത്തെ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ വ്യക്തി ഉപയോഗപ്പെടുത്തുക. വ്യക്തി ഉപയോഗപ്പെടുത്താൻ ഇന്ന് സൊസൈറ്റി അംഗീകരിക്കൂല. കാരണം നല്ല മനുഷ്യന്മാരെയൊക്കെ പേച്ച മനുഷ്യന്മാർ എന്നാണ് ഇപ്പോൾ സൊസൈറ്റി പൊതുവായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യർ ഇനി വ്യക്തിയിലൂടെ അടുക്കൂല. 2 പ്രശ്നമുണ്ട്. ഇന്ന് വലിയ മനുഷ്യന്മാർ ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്നല്ല, അവര് മുഖത്ത് വരൂല. എന്തുകൊണ്ട്? പല കാരണങ്ങൾ. ഒന്ന്, കളിയാക്കലുകൾ അധികരിച്ചു. കളിയാക്കലുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ അധികരിച്ചു. 1. 2, ഹറാമായ വസ്തുക്കളും ഹറാമായ ഉപയോഗങ്ങളും ഹറാമായ ഭക്ഷണവും അധികരിച്ചു. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർ പുറത്ത് വരൂല. വരുന്ന ആളുകളെ വിശ്വസിക്കുകയും വേണ്ട. ഇത്രയേറെ ചൂഷണം നടക്കുന്ന ഒരു സാധനം വേറെ ഇല്ല. നല്ലത് എന്താണ്? ചികിത്സാരിയാണ്. ഇപ്പൊ ഒരു പണിയില്ലാത്തവന് എടുക്കാവുന്ന പണിയാണ് എന്ത്? ആത്മീയചികിത്സ. ഒരുത്തൻ SSLC തോറ്റാൽ ഓന് വേഗം ചെയ്യുന്ന പണി ഔലിയാകുക എന്നുള്ള. ഓനെ 3-4 ദിക്ർ ചെല്ലുക. അതിനനുസരിച്ച് കുറച്ച് ആളുകൾ കൂടുകയും ചെയ്യും. അത് ഈ ഉത്സവത്തിന്റെ കറക്കി കുത്തുക്കിൽ ആനമയിലൊട്ടകം പോലെയാണ്. ആനമയിലൊട്ടകം വെക്കുമ്പോൾ അതിന്റെ അടുത്ത് കുറച്ച് ആളുകൾ ഉണ്ടാവും, എന്റെ സ്വന്തം ആളുകൾ. രാജാവേ കാര്യടിച്ചാൽ കമ്പനിക്കാർ. അപ്പോൾ സ്വന്തം ആളുകൾ ഇങ്ങനെ വെക്കും. അവരൊക്കെ വെച്ചതും അതിനപ്പുറം ഈ മാനമയിലൊട്ടകം കൊണ്ടുവന്നവന്റെ പൈസ വരെ വാങ്ങിക്കൊണ്ടുപോകും. ഇത് കണ്ടു നിൽക്കുന്ന 3ാമത്തെ വിഡ്ഢിയായ മനുഷ്യൻ എന്ത് ചെയ്യും? അത് തിരക്കടില്ലല്ലോ, പൈസ ഉണ്ടാക്കാനുള്ള പണിയല്ലേ ചോം വെച്ച് നോക്കിയാൽ എത്ര വെച്ചാലും അവന്റെ പൈസ ഒന്നാലും കിട്ടും. അപ്പൊ ആദ്യം വെച്ചോരോ ആദ്യം വെച്ചോന്റെ സ്വന്തം ആളുകളാണ്. ഇതാണ് എന്ത്? ആത്മീയ ചികിത്സ. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ സമൂഹത്തിൽ അധികരിച്ചു. അവരൊക്കെ നല്ലവരാണ് നമ്മൾ ധരിച്ചു. നല്ലവര് പ്രശ്നം, നല്ലവരെ നമ്മൾ കാണുന്നില്ല. 1. 2, നല്ലവരൻ ആയ ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ മോശപ്പെട്ടവരായി ചിത്രീകരിച്ചത് കൊണ്ട് നല്ലവരെ മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയില്ല. 2 അവസ്ഥയിൽ ഒരവസ്ഥക്ക് കഴിയില്ല, സാഹചര്യമില്ല. എന്ത്? ശ്രേഷ്ഠന്മാരായ ആളുകൾ വഴി നന്നാവുക. അതിന് 2 പ്രശ്നം. 1, ശ്രേഷ്ഠന്മാരെ കണ്ടെത്താനില്ല. കണ്ടെത്തുന്ന പലരും പ്രത്യക്ഷത്തിൽ കാണുന്നവരെ ശ്രേഷ്ഠന്മാരും അല്ല. പിന്നെ എന്റെ ഉള്ളൂ ഔക്കാത്തുകൾ ഉപയോഗപ്പെടുത്തുക. അതിന് തയ്യാറുമല്ല. പിന്നെ എങ്ങനെ നന്നാവുക? അള്ളാഹുവിലേക്ക് എത്താൻ 2 വഴിയാണുള്ളത്. 1, വ്യക്തി ഉപയോഗപ്പെടുത്തുക. 2, സമയത്തെ ഉപയോഗപ്പെടുത്തുക. വ്യക്തി ഉപയോഗപ്പെടുത്താൻ ഇനി നമുക്ക് പരിമിതികൾ ധാരാളം. പരമാവധി ഉപയോഗപ്പെടുത്താതിരിക്കല നല്ലത്. എന്തുകൊണ്ട്? ഈ ലോകത്ത് ആരെ മനസ്സിലായാലും കള്ളൻ മനസ്സിലാവും. പടച്ചോനെ തിരിഞ്ഞാലും കള്ളൻ തിരിയും. പടച്ചോനെ തിരിയാൻ ഒരുപാട് അടയാളങ്ങളുണ്ട്. ആകാശ, ഭൂമി, ഒരുപാട് നക്ഷത്രങ്ങൾ, ഇതെല്ലാം അല്ലാഹുവിലേക്ക് അടയാളാണ്. കള്ളന്റെ ഒരു അടയാളമില്ല. എന്നല്ല, ഏതൊരു കള്ളനും ഞാൻ ഏറ്റവും നല്ലവനാണ് എന്ന രൂപത്തിലാണ് ജനങ്ങൾ വരും. അപ്പോൾ കള്ളനെ തിരിയാൻ ലോകത്ത് ഒരു അടയാളമില്ല. അതുകൊണ്ട് നല്ലവരാണെന്ന് നമ്മൾ വിചാരിച്ച് ആരെ തേടി വന്നാലും ആരായിരിക്കും? കള്ളൻ. ഒരു വഴിയില്ല. പിന്നെ ഭാഗ്യമുള്ളവർ രക്ഷപ്പെടും. പിന്നെന്ത് ചെയ്യണം? ഔഖാത്തുകൾ ഉപയോഗപ്പെടുത്തും. അത് തയ്യാറുമല്ല. എത്ര രാത്രി കഴിഞ്ഞു? വെള്ളിയാഴ്ച രാവ് കഴിഞ്ഞു, ശനിയാഴ്ച രാവ് കഴിഞ്ഞു, ഞായറാഴ്ച രാവും കഴിഞ്ഞു, 3 രാത്രി കഴിഞ്ഞു. എന്തിന്റെ?
ബലി പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം, അതിനു മുമ്പുള്ള 10 രാത്രികൾ തന്നെയാണ് സത്യം. അല്ലാഹുവിലേക്ക് മുഖറബാകാൻ പറ്റിയ അവസരമായിരുന്നു. നീ ഈ സത്യത്തിന്റെ ദിവസത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഈ ദിവസങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആദത്തുള്ള സമയത്തിൽ കാര്യമായി ഒന്നും നടക്കൂല. ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെ ആദത്തായ സമയത്ത് ഒരു പരിധിയെ നിനക്ക് കിട്ടൂ, ആദത്തല്ലാത്ത സമയത്തിൽ മാത്രമേ വാരിക്കൂട്ടാൻ കഴിയൂ. പ്രധാനപ്പെട്ട രാത്രി പകലുകളാണല്ലോ എന്ന് വിചാരിച്ച് നീ ഇപ്പോൾ കുറച്ച് അമലുകൾ ചെയ്തു സങ്കല്പിച്ചാൽ അതിന് വലയാലിൻ അഷറിന്റെ ഇടയിൽ പെട്ടു എന്നൊരു പുണ്യം അതിനുണ്ടാവും. പക്ഷെ അതിന്റെ സമ്പൂർണ്ണ പുണ്യം രാത്രി ഒരു മണിക്ക് ശേഷം അതൊരു 3 മണിക്കുള്ളിൽ തീരും. എന്തുകൊണ്ട്? 3 മണി കഴിഞ്ഞാൽ ആദത്തിന്റെ സമയമായി. ആ സമയത്ത് ഹവാസ് അല്ലാതെ എണീക്കൂല. സാധാരണ സമയത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ കിട്ടുന്നതും അസാധാരണ സമയം ഉപയോഗപ്പെടുത്തിയാൽ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അവിടെ രാത്രി 3 മണിക്ക് നീ എണീറ്റ് ഉളൂ ചെയ്ത് നിസ്കാരപ്പാടം വിരിച്ചിട്ട് അതിലിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു 10ഓ 100ഓ വട്ടം ചൊല്ലുന്ന, അല്ലെങ്കിൽ 100 സ്വലാത്ത് ചൊല്ലുന്ന നിന്നെ കാണുമ്പോൾ സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ ഇബാദ് അവിടെ ഇറങ്ങും. ഇവിടെ ആളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പ്രഭ ആ വീട്ടിന്റെ മുകളിലേക്ക് കുതിക്കും. ഇത് ഗഗനചാരികളായ ആകാശത്ത് സഞ്ചരിക്കുന്ന മലക്കുകൾ കാണും. അവർക്ക് സിഗ്നൽ ഉണ്ടാവും. എന്ത്? ആ നേരത്തെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ വീടുകളിൽ അടയാളങ്ങൾ ഉണ്ടാവും. ഈ അടയാളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മലക്കുകളുമായി ബന്ധമുള്ളവരും ഉണ്ടാവും. ഓരോ രാത്രികൾക്കും ഒരു പ്രത്യേക സമയമുണ്ട്. ചലനങ്ങളൊക്കെ നടക്കുക രാത്രിയാണ്. സീറൂഫില്ലയിൽ നിങ്ങൾ രാത്രിയിൽ സഞ്ചരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. രാത്രിഞ്ചരന്മാർ എന്ന് പറയും. രാത്രിയ സഞ്ചാരം അതിലൂടെ രാത്രിയുടെ അവസാന യാമത്തിലല്ലേ സയ്യിദ് ജിബ്രീൽ വന്ന് അത് ഖവാസിന്റെ നേരം അപ്പഴേ വരും. ഭാര്യ കൂട്ടണമെങ്കിൽ ആ നേരത്തെ എണീക്കണം. അതാണ് നേരം. അതിനാണ് സുഹൂർ എന്ന് പറയാ. സുഹൂർ എന്ന് ഞങ്ങളോട് പറഞ്ഞ ലോക്കൽ സുഹൂറ അതൊന്നുമല്ല. രാത്രിയുടെ സമയം 11 മണി മുതൽ തുടങ്ങും. 1 മണി മുതൽ കട്ടി കൂടും. 3 മണിക്ക് തീരും. 3 മണി കഴിഞ്ഞാൽ പിന്നെ നാടൻ താജുദന്മാർ എണീക്കലുണ്ട്. അപ്പോഴത്തേന് മലക്കൾ പായി മണക്കി പോവും. ഫസ്റ്റ് റാങ്ക് മലക്കൾ പോകും. പകലിൽ നിങ്ങൾക്ക് പല തിരക്കുകളും ഉണ്ടാവും. ദീർഘമായ തിരക്ക്. ഇത് വ്യക്തിക്ക് മാത്രമല്ല, സൊസൈറ്റിക്ക് തിരക്ക്. എന്ത് തിരക്ക് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളെ ശബ്ദം കേട്ട ആ ശബ്ദം നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മനോഹരമായ ശബ്ദം ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ പറയും, അത് സീനായി മരുഭൂമിയിലെ സുബഹി ബാങ്കാണ്. അത്ര മനോഹരമായ ഒരു ശബ്ദം എൻ്റെ 2 ബാങ്ക് വരും. ഒന്ന് തഹജ്ജുദിന്റെ ബാങ്ക്, ഒന്ന് സുബഹി. സീനായി മരുഭൂമി 60,000 ചതുരശ്ര കിലോമീറ്റർ. 60,000 ചതുരശ്ര കിലോമീറ്റർ. 8 10 കുടുംബമുള്ള ചില ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമത്തിന്റെ പരിസരത്തായിരിക്കും താമസിക്കുക. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ആ നേരത്ത് വരുന്നൊരു ബാങ്കിന്റെ സ്വരഭംഗി, അള്ളാ, അത് നമുക്ക് ചിന്തിക്കാൻ. അതിന് ഒരുപാട് ഘടകങ്ങൾ. ഒന്ന് സീനായി മരുഭൂമിയാണ്. ഏറ്റവും ശാന്തം, ഒന്നുമില്ല, ഒരു മരമില്ല, ഒന്നുമില്ല. കുത്തനെ നിൽക്കുന്ന വലിയ വലിയ പർവ്വതങ്ങളുണ്ട്. അതിന്റെ പള്ളക്ക് എപ്പോഴെങ്കിലും താമസിക്കുന്ന നാടോടികളുടെ കൊച്ചു ഗ്രാമങ്ങൾ. എന്നെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ വഴി കാണാൻ പോകാനുള്ള അവസരം ഉണ്ടായാൽ നിങ്ങളതൊക്കെ ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒന്നിച്ചു പോകാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണല്ലോ BC 1400-നും അപ്പുറത്ത് സയ്യിദ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നബുവത്ത് കിട്ടിയ മരം ഇപ്പോഴും പ്രസക്തമാവുന്നത്. ആ മരം അതെങ്ങനെ മരുഭൂമിയിൽ നിൽക്കുന്നു അറിയില്ല. ഒരു മുബാറക്കത്തായ മരത്തിന്റെ അരികിൽ വെച്ച് നബുവത്ത് കിട്ടി സയ്യിദുനാ മൂസ. 60,000 ചതുരശ്ര കിലോമീറ്റർ. ഒന്നുമില്ല. വലിയ വലിയ കുത്തനെയുള്ള ചെങ്കുത്തായ മലകളുണ്ട്. തൊട്ട് ആ ചെങ്കുത്തായ മലകൾക്ക് താഴെയാണ് എന്ത്? ചെങ്കടലുള്ളത്. ചെങ്കടലിന് ചെങ്കടൽ എന്ന് പേര് വരാൻ കാരണം തന്നെ എന്താണ്? പ്രഭാതത്തിലും പ്രദോഷത്തിലും അതിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരികൾ ചെങ്കുത്തായി നിൽക്കുന്ന പർവ്വതത്തിന്റെ നിഴലടയാളങ്ങൾ ഈ വെള്ളത്തിൽ പതിക്കുമ്പോൾ വെള്ളം ചുമന്നതാണോ എന്ന് സ്വാഭാവികമായി യാത്രക്കാരന് തോന്നുന്നത് കൊണ്ട് കിട്ടിയ പേരാണ് റെഡ് സീ. 2 കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നത്. ഒന്ന്, വെള്ളിയാഴ്ച അസറിന് ശേഷം അല്ലാഹുവിലേക്കുള്ള സൈറ് എളുപ്പമാക്കണമെങ്കിൽ വെള്ളിയാഴ്ച അസറിന് ശേഷം വെള്ളിയാഴ്ച അസറിന്റെ ശേഷം. അത് 2 കാര്യം ഇപ്പം ഈ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന്, സമയത്ത് ഉപയോഗപ്പെടുത്താൻ, വ്യക്തി ഉപയോഗപ്പെടുത്താൻ നിങ്ങളെപ്പോഴത്തേക്ക് കഴിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ലോകം മുഴുവൻ നീങ്ങുന്ന ഒരു വിഡ്ഢിത്തത്തിലെ ഇന്നിപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ നീങ്ങാൻ കഴിയൂ? അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തേ ഉള്ളൂ
ഉള്ളൂ അള്ളാഹു നമുക്ക് കിട്ടുന്നൊരു സമയമുണ്ട്. ആ സമയത്തെ ഉപയോഗപ്പെടുത്താനും തോന്നിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താണെങ്കിൽ വെള്ളിയാഴ്ച അസറിന്റെയും മഗ്‌രിബിന്റെയും അടിയിൽ നിന്ന് പള്ളി നടക്കാതിരിക്കും. വെള്ളിയാഴ്ച അസറിനേഷം എന്താ? ഇനി ഇതൊക്കെ പറഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാ? രാത്രിയല്ല, അസറിനേഷം. ഏറ്റവും പ്രധാനപ്പെട്ട സമയം തഹജ്ജുദ് നേരമല്ല, ഏതാ? അസറിനേഷം. ആരും ശ്രദ്ധിക്കാത്ത നേരം. ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേരം എന്താണ്? വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തൂല. കാരണം എന്തുകൊണ്ട്? നമ്മൾ തഹജ്ജുദിലേക്ക് പായും. അതിനേക്കാൾ വലിയതാണത്. തഹജ്ജുദ് 2-ാം നമ്പറാ. എടോ, മഗ്‌രിബിന് മുമ്പ് പഠിച്ചോനെ എനിക്ക് പൂർത്തിയാണെന്ന് പറഞ്ഞാൽ പോലെ. 6:57 ഇന്നലെ ബാങ്ക്. 6:55 56 പഠിച്ചോനെ എനിക്ക് പൂർത്തിയാണേ എന്ന് പറഞ്ഞാൽ പോലെ. അതെത്ര ബാങ്കിലേക്ക് അടുത്തോ അത്രയും അതിന് ദർജ കൂടും. എത്ര ബാങ്ക് നകന്നു പോയോ അത്രയും ദർജ കുറയും. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ നേരത്തെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെല്ലിപ്പിച്ചിരുന്നത് എന്റെ ഒരു ദുആന്റെ നേരാണ്. ഇത് ദുആയാണ്. ഒരു മഹാൻ പറയാണ്, ഞാൻ എന്ത് ചെയ്തു? കുന്തു അദഉ ബഅദൽ അസ്രി ഖുബൈലൽ മഗ്രിബി വലാകിന്നി ഫറഗ്തു മിൻഹു ഹയാഅൻ മിൻ റബ്ബി. ഞാൻ അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പും ദുആ ചെയ്യൽ പതിവായിരുന്നു. പിന്നെ ഞാൻ നിർത്തിക്കളഞ്ഞു എന്റെ ഹയാഅൻ മിൻ റബ്ബി, റബ്ബിനോടുള്ള ലജ്ജ കാരണം. എന്താ കാരണം? റബ്ബിനോടുള്ള ലജ്ജ കാരണം എന്താ? എന്ത് വെച്ചാൽ ഉദരം കിട്ടും? ചോദിക്കണല്ലോ പരിധി. ഈ സംഭവം ഇമാം ഖുശൈരി തങ്ങൾ തന്റെ റിസാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യം പറയും. മഗ്‌രിബിന്റെ മുമ്പുള്ള ദുആ ഞാൻ നിർത്തി. ഞാൻ അവിടെ ഇബാദത്ത് ചെയ്തിരിക്കും എന്നല്ലാതെ ഇപ്പോൾ ഞാൻ ദുആ ചെയ്യാറില്ല. ഹയാഅൻ മിൻ റബ്ബി, റബ്ബിനോടുള്ള ലജ്ജയാണ് കാരണം. എന്ത് വെച്ചാലും റബ്ബിനും എപ്പോ മഗ്‌രിബിന് തൊട്ട് മുമ്പ്. എന്ത്? അസറിന് ശേഷം മഗ്‌രിബിന് മുമ്പ്. ഈ മഹാൻ പറയാൻ ഞാൻ നിർത്തി. എന്തുകൊണ്ട്? പറയടോ, ചോദിക്കുമ്പോൾ തരിക. പിന്നെ ഒരു പരിധിയില്ലേ ചോദിക്കാന്? അതിൽ ഏറ്റവും പ്രധാനമാണ് ഏത്? വെള്ളിയാഴ്ച. അള്ളാഹുവിലേക്ക് നടത്തങ്ങൾക്ക് എളുപ്പമാണോ? എല്ലാ ദിവസവും 6 മണി ശേഷം ഉപയോഗപ്പെടുത്തിക്കളി. വെള്ളിയാഴ്ച അസറിന് ശേഷം ഒരു കാര്യം ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. എന്ന് കെലിമില്ല, സ്വലാത്തില്ല, ദുആ ചെയ്യാൻ ഒറ്റ പണിയെടുക്കരുത്, ഒന്നും എടുക്കരുത്. എന്താ മൂലയിലെ വർത്താനം എന്ന് പറഞ്ഞാൽ മൂലയോട് പള്ളി കൂടി നേടി മൂലയോട് വർത്താനം പറയാൻ വേണ്ടി റൂമ് കയറരുത്, പള്ളി തന്നെ കൂടുക. അങ്ങനത്തെ മനുഷ്യന്മാർ നാട്ടിൽ ഇല്ലാതെയായതാണ് എല്ലാ CAയും എല്ലാ NRCയും എല്ലാ പ്രശ്നത്തിനും. കാരണം ഇവരൊക്കെ ഒന്ന് പാക്ക് പറഞ്ഞാൽ അള്ളാഹു കബൂലാക്കും. അങ്ങനത്തെ മനുഷ്യനെ ഇന്ന് ഒരു പള്ളിയിലും സത്യമല്ലേ നിങ്ങൾക്ക്? നമ്മൾ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആദത്ത് നടക്കുന്നുണ്ട്. ഒരു ആദത്തായി പങ്ക് കൊടുക്കരുത്, പങ്ക് നിസ്കരിക്കാൻ പോകുക കഴിഞ്ഞ് ആദത്ത്. മനുഷ്യൻ ചിന്തിക്കണം. ഘോഷയാത്രയിൽ തനി എന്നൊരു പുസ്തകമുണ്ട് വിജയന്റെ ഏറ്റവും നല്ല പുസ്തകം തന്നെ. അത് വലിയ വാക്കാ. ഘോഷയാത്രയിൽ തനിയാണ്, നല്ല വാക്കാ. അതായത് ഒരു ഒഴുക്കിന്റെ സമൂഹത്തിൽ വേറിട്ടിരിക്കുക. അത് വേറിട്ടേ കഴിയുള്ളൂ. അപ്പൊ 2 കാര്യം ഞങ്ങളോട് പറഞ്ഞു. ഒന്ന്, എല്ലാ അസറിനും ഒരു 6 മണിക്ക് ശേഷം പള്ളിയിൽ കയറുക. എന്ത് ചെയ്യുക? എന്റെ മനസ്സ് ആരിലേക്ക് പൊന്തിക്കുക? അള്ളാഹുവിലേക്ക്. റബ്ബേ പഠിച്ചോനെ പറയാ. അപ്പൊ എന്തായി? അപ്പൊ കുറഞ്ഞ ഫയൽ ആ നേരത്തെ ഓഫീസിൽ വരും, എല്ലാം ക്ലിയറാണ്. അതേ സമയത്ത് അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേരമാണത്. ആ നേരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയില്ല. എല്ലാ നിസ്കാരങ്ങളും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ മധ്യമായ നിസ്കാരം സൂക്ഷിക്കുക. ഏതാണ് മധ്യമായ നിസ്കാരം? സ്വലാത്തുൽ അസ്രി. ഹാഫിളു അല സ്വലവാതി വസ്സലാത്തിൽ ഉസ്താ ഐ സ്വലാത്തുൽ അസ്ർ. ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ഏതാ? അസ്ർ. ഹാഫിളു അല സ്വലവാതി സ്വലാത്തുൽ ഉസ്താ. മധ്യമായ നിസ്കാരം അതേതാ? സുബഹിയുടെയും ളുഹറിന്റെയും ശേഷവും ഐഷയുടെയും മഗ്‌രിബിന്റെയും ഇടയിൽ. ഭൂമിയിൽ പകലിൽ വന്ന മലക്കുകൾ കയറാൻ ഒരുങ്ങുന്ന നേരം, രാത്രിയിലേക്ക് വരുന്ന മലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന നേരം. വെള്ളിയാഴ്ച അസറിന് ശേഷം ഒന്നും എന്നാലോ കയറും. അതേപോലെയാണ് ഇന്ന് കൊല്ലത്തിൽ വരുന്ന ഈ സമയങ്ങൾ. സാധാരണ നടക്കുന്നവരുടെ നടത്തം തുടർന്നാൽ എവിടെ എത്തൂല, സാധാരണ നടത്തം മതിയാവൂല. ആ സമയത്തിൽ പ്രത്യേകം എന്താ? നിസ്കാരമില്ല. എന്തേ ഉള്ളൂ? ദിക്റും ദുആയും മാത്രമേ ഉള്ളൂ. നിസ്കാരമില്ല. ദുആ പോലെ ഒന്നും ഇല്ലല്ലോ. എന്തുകൊണ്ട്?
ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഖുൽ നബിയെ താങ്കൾ പറയുക, മാ യഅബഉ ബികും റബ്ബി, റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല. ലൗലാ ദുആഉകും, ദുആ നിങ്ങൾ ഇല്ലാതെയായാൽ, ദുആ ഇല്ലാതെയായാൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല. എന്തിനാണ് ദുആ എടുക്കണമെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്റെ കൂടെ വരി. എന്തിനാണ് ദുആ എടുക്കുന്നത്? വലാ തഹ്സബന്നല്ലാഹ ഗാഫില, നിന്റെ കാര്യത്തിൽ അല്ലാഹു അശ്രദ്ധനാണെന്ന് നീ ധരിക്കരുത്. പിന്നെ എന്തിനാ ദുആ എടുക്കണം? നിന്റെ കാര്യത്തിൽ നീ അശ്രദ്ധനായിരിക്കും. ആരശ്രദ്ധനല്ല? അല്ലാഹു. എന്നാൽ വലാ തഹ്സബന്നല്ലാഹ ഗാഫില, അല്ലാഹു നിന്റെ കാര്യത്തിൽ അശ്രദ്ധനാണെന്ന് വലാ തഹ്സബന്ന, ഒരിക്കലും നീ ധരിക്കുകയരുത്. പിന്നെ എന്തിനാ എടുക്കണം? ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മുഖമുയർത്താനുള്ള ഒരവസരത്തെ ഉപയോഗപ്പെടുത്തലാണ്. അല്ലാതെ നമ്മളെ പ്രശ്നം ദ്വാരന്നിട്ടില്ലെങ്കിലും അത് നടത്തി തരും. അതിന്റെ സമയത്ത് ചിലപ്പോൾ ദ്വാരന്നാൽ നടത്തി തരൂല്ല. ഈ നാട്ടില് ദ്വാരക്കുന്ന ആളുകൾ നമ്മൾ മൊത്തം കാനേശുമായി എടുത്താൽ 730 കോടി ജനങ്ങളിൽ എല്ലാവർക്കും ദ്വാരന്റെ കാര്യം നടക്കണം. അതിൽ കോടിക്കണക്കായ ആളുകൾ പടച്ചോൻ തന്നെ എല്ലാം നടക്കണവരാ. ഓരോ കാര്യം ഒന്നും ഇവിടെ നടക്കണില്ലേ? ഒരാളോ ഒരു കൂട്ടരോ അള്ള എത്രയും തീരുമാനമാകാത്തവരാ. ഒരു കൂട്ടർ കാനേശുമാരി മുസ്ലിമീങ്ങൾ മാത്രം. അതിന് വളരെ ഉണ്ടിന്റെ ഉള്ളി അങ്ങനെ വളരെ ചെറിയ ഒരു സാധനമാണ് എന്ത് ദ്വാരക്കണോര്. ഇവരെ കാര്യം മാത്രമേ നടക്കുള്ളൂ എന്നല്ല, ദ്വാരന്നിട്ടും കാര്യം നടക്കാത്തത് കൊണ്ടാണ് പേരക്കുട്ടി നിരീശ്വരവാദിയായത്. പല കുടുംബങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടിയാണ്. ചാൾസ് ഡാർവിന് 1839 ഡാർവിന്റെ വിവാഹം. അയാൾക്ക് 1840 ഒരു കുട്ടി പിറന്നു. അതൊരു ആൺകുട്ടിയും. ആൺകുട്ടിയോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഡാർവിൻ ഉണ്ടായിരുന്നില്ല. 1841 രണ്ടാമത്തെ കുട്ടി പിറന്നു. ആ കുട്ടിക്ക് ആനി ഡാർവിൻ എന്ന പേരിട്ടു. ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാർവിൻ. ഈ കുട്ടിക്ക് 1850 ആയപ്പോൾ രോഗം പിടിപെട്ടു. 1850 ഏപ്രിൽ മാസത്തിൽ ഈ കുട്ടി ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം മരണപ്പെട്ടു. അതുവരെ ഈശ്വരവിശ്വാസിയാണ് ആര്? ഡാർവിൻ. 1.5 നൂറ്റാണ്ടായി മനുഷ്യനെ മുഴുവൻ പേപ്പിച്ചൊരു ദജ്ജാൽ ആരാണെന്ന് വെച്ചാൽ അത് ഡാർവിൻ. 1836 അയാൾ WHM ബീഗിൾ എന്ന കപ്പലിൽ യാത്ര ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുന്നത്. എന്നിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്തു? സ്വന്തം അമ്മാവന്റെ മകളായ എമ്മയെ വിവാഹം ചെയ്തു. എമ്മയിൽ അയാൾക്ക് ആദ്യമായി കുട്ടി ഉണ്ടായി 1840. രണ്ടാമത്തെ കുട്ടി ഉണ്ടായി 1841. 1841 ജനിച്ച ഈ കുട്ടി 1851 ഈ കുട്ടി ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം എന്തൊക്കെ പള്ളിയിൽ നേർച്ചയും വഴിപാടും നടത്തിയിട്ടും കടുത്ത ഈശ്വരവിശ്വാസിയായിരുന്നു. കുട്ടി മരിച്ചു. അപ്പോൾ ഡാർവിന് സ്വാഭാവികമായും ദേഷ്യമാണ്. ആരോട്? ദൈവത്തോട്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ ലോകത്തോട് പറഞ്ഞ തിയറി ഓഫ് എവല്യൂഷൻ. അതിന്റെ കാരണം ദേഷ്യ പക്കയ. ആരോട്? എന്റെ കുട്ടിയെ കൊന്ന ദൈവത്തെ കൊല്ലണം. ഭയങ്കര ചിന്തിക്കണം. പഠിച്ചു നോക്കിയാൽ അത്ഭുതങ്ങളാണ്. ഈ ലോകത്താണ് എന്തൊക്കെ അത്ഭുതം. ഭയങ്കര. ഞാൻ പിന്നെ ഡാർവിനെ പറ്റി നല്ലത് ചിന്തിക്കുന്നില്ല. അയാൾക്കൊരു ന്യായെങ്കിലും. എന്നാൽ ഇന്നത്തെ നിരീശ്വരവാദി ഇതിന്റെ വഴി പിടിച്ചു നടക്കുന്നവനാ. പക്ഷെ ഒരാളെ കുട്ടിക്കൊന്നും പറ്റി. എന്തുകൊണ്ട്? ദൈവം ആവശ്യം നിർവഹിച്ചു തരുന്ന ആളാണെന്ന ധാരണയാണ് നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം. ഇൻഷാ അല്ലാഹ് വളരെ പ്രവിശാലമായ ഒരു ചർച്ചയിൽ ഈ വിഷയത്തിൽ എന്താണ് നിരീശ്വരവാദത്തിന് സംഭവിച്ചത് എന്നൊരു ചർച്ച നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. തലേ കെട്ടിയൊരുവരെ നിരീശ്വരവാദികളാവുന്ന കാലത്ത് എന്താ അതിന്റെ അടിസ്ഥാനം കണ്ടുപിടിക്കുന്ന ആവശ്യം? ദൈവം എന്നുള്ളത് നിങ്ങളുടെ കാര്യങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരുന്ന ഒരാളായി മാത്രം നിങ്ങൾ ആരെ ഗണിക്കരുത്. ഇതന്നെ പ്രശ്നം. അപ്പൊ നമ്മൾ ദുആ ചെയ്യണം എന്തിനു വേണ്ടിയല്ല. നമ്മളെപ്പോലത്തെ കാര്യങ്ങൾ മറ്റുള്ളവർ നടക്കണില്ലേ? ഒരു നടക്കണുണ്ടോ? ഉണ്ടോ? ഇല്ല. നിജ് ദ്വാരന്നിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം നിന്റെ 4 മാസം അതിന് മുമ്പോ ഈ ലോകം പടക്കണതിന് മുമ്പോ നിശ്ചയിച്ച പടച്ചോ ഈ ദ്വാരന്നിട്ടില്ലെങ്കിൽ വേണ്ട സമയത്ത് നിന്റെ കാര്യം നടത്തി തരില്ലേ? പിന്നെന്ത്? അതൊരു പീരിയഡാണ്. പ്രശ്നം വന്നപ്പോൾ പീരിയഡാണ്. ആ പീരിയഡ് ആ പഠിക്ക കൂടെ പോകൽ ഒരു പീരിയഡാണ്. ജീവികൾ പോലും അവരുടെ ആവശ്യങ്ങളിൽ അവർ അമറുന്നത് മുഖമുയർത്തിയിട്ടാണെന്ന് മീസാൽ ജവാഹിറിൽ ഷെയ്ഖ് അലി തൻതാവി പറയുന്നത് അത്ഭുതകരമാണ്. ഞാൻ 1998 ഈ കിതാബ് വായിക്കുന്നത്. അദ്ദേഹം സൃഷ്ടികളുടെ രഹസ്യങ്ങൾ എന്ന അറബി കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൽ
നിങ്ങൾ മൃഗങ്ങൾ അമറുന്നത് കണ്ടിട്ടില്ലേ? മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ താഴേക്ക് നോക്കുകയും ആവശ്യങ്ങൾ വരുമ്പോൾ മുകളിലേക്കും. എന്തുകൊണ്ട്? നുസൂലുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് മുകളിലൂടെ ഇറങ്ങുമെന്ന് സൃഷ്ടികൾക്ക് അവരുടെ ഹാർഡ് ഡിസ്കിൽ അള്ളാഹു തആല എത്തിച്ചു. ഏത് ജീവിയും ഇങ്ങനെ അമറൂല, ഇങ്ങനെ അമറുക. എന്നാൽ തിന്നത് എങ്ങനെയായിരിക്കും? തിന്നാൻ കിട്ടിയ മേപ്പെടെ കൂടെ എന്ത് റഹ്മത്ത്, അള്ളാഹിന്റെ റഹ്മത്ത് മുകളിലൂടെ വരും. അപ്പൊ എന്താ? പടച്ചോനിലേക്ക് മുഖം ഉയർത്താൻ ഒരു അവസരം. അപ്പൊ നിങ്ങൾ ബന്ധത്തിലോ അത് നിങ്ങൾ പ്രേമത്തിലോ, പ്രേമം പിന്നെ തീരൂല. സത്യത്തിൽ രഹസ്യം പ്രേമ. ഹല്ലാജിന്റെ വരിയത്. പ്രേമത്തിന്റെ ചഷകം ഒന്നിന് പിറകെ ഒന്നായി എന്നെ കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. പാനീയം തീർന്നില്ല. എന്റെ ദാഹം അടങ്ങിയതുമില്ല. ഞാൻ എന്റെ കണ്ണു മുളച്ചതിന് ശേഷം കണ്ട കവിതകളിൽ ഏറ്റവും മനോഹരമായ ഒരു കവിത പ്രേമത്തിന് അവസാനം ഉണ്ടാവും. ഇട്ടുനോക്ക് ഉപയോഗപ്പെടുത്തും. സഖാനിൽ ഹുബ്ബു, പ്രേമം എന്നെ കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ചഷകം ഒഴിഞ്ഞപ്പോൾ അടുത്ത ചഷകം. ചഷകത്തിലെ പാനീയവും തീർന്നില്ല, മദ്യവും തീർന്നില്ല. ഉമാറവാനി, എന്നെ അത് ദാഹം അടക്കിയതുമില്ല. അതായത് ഏത് പ്രേമാണത്? ദിവ്യപ്രേമം. ആരോടുള്ള പ്രേമം? അല്ലാഹുവോട്. ദുആ ചെയ്യുന്നതിനനുസരിച്ച് ഊതി കൂടിക്കൊണ്ടേയിരിക്കും. അവൻ ആവശ്യമുള്ള കൊടുത്തുകൊണ്ടേയിരിക്കും. മര്യാദക്ക് ഏതെങ്കിലും കൂട്ടത്തിൽ കൂടിയപ്പോൾ അവിടെ ബാക്കിലെ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ച ആളായിരിക്കും ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി. രാവും പകലും ദ്വാരക്കണം മൊല്ലാക്ക, അന്നും ദരിദ്രനായി തുടരും. എന്തുകൊണ്ട്? മറ്റൊന്ന് പഠിച്ചവന് ഇഷ്ടമല്ല, ഇയാൾ അള്ളാഹ്ക്ക് ഇഷ്ടം. ഇവരും ഒരു പ്രേമത്തിലാണ്. ഇവന് ആവശ്യം ഉണ്ടായപ്പം പിന്നെ അള്ളാഹ് നോക്കുള്ളൂ. അവർ വേറൊരാൾക്ക് വേണ്ടി ദ്വാരന്നാൽ ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അവർക്ക് വേണ്ടി ദ്വാരന്നാൽ ഇത്രയുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹു സത്യം തന്നെയല്ലേ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? അതൊക്കെ കുട്ടികളെ ഒരു പ്രതീക. നമ്മൾ ഈ ലോകത്ത് പ്രാർത്ഥിക്കുന്ന ആള് കുറച്ചല്ലോ, ആവശ്യമില്ലാതെ നടത്തി കൊടുക്കണ്ടേ? ഇത് എന്റെ പ്രാർത്ഥന രഹസ്യ. എന്തിന്? പ്രേമിയെ കാണാനുള്ള രഹസ്യ. പ്രേമിയിലേക്ക് പോകാൻ തോന്നിച്ചു. ഒരാൾ സദാ നേരവും അള്ളാഹുവിലേക്ക് മുഖം ഉയർത്തിയവനായാൽ അവൻ റബ്ബിന്റെ മുഖറബായിരിക്കും. അവന്റെ ഒരു പകലോ ഒരു രാത്രിയോ നഷ്ടപ്പെടുത്തുകയില്ല. വീടുകളിലുള്ള ചില വല്യമ്മമാരുണ്ടായിരുന്നു. ആ വല്യമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? അവർ ദുൽഖഅദ് 29 നോമ്പ് തുടങ്ങും. എന്ന് ഇന്നാണ് ഇപ്പൊ പിന്നെ വാട്സപ്പുകളൊക്കെ ആയിട്ട് മാസോർപ്പിക്കൽ, മറ്റേ മാസോർപ്പിക്കലൊക്കെ ഉല്ലജല്ലേ 10 ഉള്ളൂ എന്ന് വിചാരിച്ച് പിന്നെ 8 9 ഓമ്പല്ലേ ആക്കുമ്പോൾ 2 3 4 ഒക്കെയാണ് പത്രത്തിൽ വാർത്ത വരിക. ഒരു കാലത്ത് ഓർമ്മല്ലേ അത്? എന്നാലും 29 നോമ്പ് തുടങ്ങും ചില വയസ്സത്തികൾ. എന്തിന്? നഷ്ടപ്പെടാതിരിക്കാൻ. അള്ളാഹിന്റെ മുഖറബീങ്ങളാണ്, അത്ര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്. അവസരം ഉപയോഗപ്പെടുത്തുക. ബലിപെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിശ്ചയിക്കണ്ട. ഇപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ അല്ലാഹു വിട്ടുകൊടുക്കുക. ഓക്കെ റബ്ബേ എനിക്ക് ഹൈറാണെങ്കിൽ തരണം. ഹൈറല്ലേ തരണ്ട. ദീർഘായുസിന് വേണ്ടി ദ്വാരക്കുന്ന ആളുകളില്ലേ നമ്മളൊക്കെ? ഞാൻ ദീർഘായുസിന് ദ്വാരക്കൽ എങ്ങനെയാ? ഞാൻ ദീർഘായുസിന് വേണ്ടി ഇന്നലെ രാത്രി അല്ലാഹുവേ നിനക്ക് പൊരുത്തമുണ്ടെങ്കിൽ മാത്രം ആ പൊരുത്തമുള്ള സമയം എനിക്ക് ദീർഘായുസ് തരണം. ഇല്ലെങ്കിൽ നിന്റെ പൊരുത്തം അവസാനിക്കുന്ന മുമ്പ് മരിപ്പിക്കണം. മരിക്കൽ ജീവനേക്കാൾ മോശപ്പെട്ട കാര്യമല്ല. മരിക്കൽ ജീവിക്കുന്നതിനേക്കാൾ മോശമാണോ? എന്ത് മോശം? മനസ്സിലായോ? പ്രശ്നം എനിക്ക് ദീർഘായുസ് വേണമെന്ന് വരക്കരുത്. എങ്ങനെ വരക്കണം? അല്ലാഹുവേ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ നിനക്ക് ഖൈറും പൊരുത്തവും ഉണ്ടാവുകയും പരലോകത്ത് നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ ജീവിതം ഗുണകരമാവുകയും ചെയ്താൽ നീ എനിക്ക് ദീർഘായുസ് തരണം. ഇല്ലെങ്കിലോ നിന്റെ പൊരുത്തം അവസാനിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണം. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോന്ന് പറയപ്പെടുന്നതാണ്. അതൊരു ഉറക്കാണ്. അതുപോലെ അനുഭവം ഇല്ല, വല്ലാത്ത അനുഭവം ആ ഉറക്കാണ്. പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോന്ന് പറയപ്പെടും.
വല്ലാത്തൊരു ആയത്താ. എങ്ങെങ്കിലും നീതി നടപ്പിലായോ എന്ന് ഭയപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട് സ്വയം കൊമ്മിച്ചവർക്ക് വേണ്ടി രണ്ടു കൂട്ടരും ഉറക്കില്ല. ഒരു കൂട്ടര് നീതിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഉറങ്ങാതിരുന്നു, ഒരു കൂട്ടരോ നീതി നടപ്പിലായെങ്കിലോ എന്ന് ഭയപ്പെട്ട് ഉറങ്ങാതിരുന്നു. ഇതന്നെ നമ്മളെ അവസ്ഥക്ക് തന്നെ. നമുക്ക് ഖബറിൽ ഉറക്കം കിട്ടുകയാണെങ്കിൽ നല്ല കാര്യല്ലേ? അപ്പോൾ ജീവിതത്തെക്കാൾ പ്രയാസമല്ല എന്ത് മരണം. അപ്പൊ എന്ത് ചോർന്നാൽ മതി, പക്ഷേ എനിക്ക് ദീർഘായുസ്സാണ്. കണ്ട അതിനേക്കാൾ നല്ലത് എന്ത് പറയലാണ്? പക്ഷേ നിന്റെ പൊരുത്തം, ആ പൊരുത്തം എനിക്ക് കിട്ടണം. ആ പൊരുത്തം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ പൊരുത്തത്തിൽ എന്നെ ഇറക്കി വിടണം. എന്താ പറഞ്ഞത്? എന്നത് കഴിഞ്ഞുപോയ ക്ലാസ്സാണ്. പക്ഷെ ഈ ആഴ്ചയുടെ വിഷയമായതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അവിടുന്നൊക്കെ നമ്മളെ ക്ലാസ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും കൂടി പറഞ്ഞത് എന്താ, 5 രാത്രികൾ ഹയാത്താക്കിയ ആളുകൾക്ക് സ്വർഗം നിർബന്ധമാണ്. ഇതിൽ 3 രാത്രിയും ഈ ആഴ്ച. ലൈലത്തു തർവിയ, ലൈലത്തു അറഫ, ലൈലത്തു ഈദുൽ അദ്ഹ. ഒന്ന് വ്യാഴാഴ്ച ഈ ആഴ്ചയിലേക്ക് ചേർത്തിയാൽ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാവ്, ശനിയാഴ്ച അസ്തമിച്ച 5 രാത്രി. ഒരു കൊല്ലത്തിൽ 5 രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ അവന് സ്വർഗം നിർബന്ധം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ 5 രാത്രി ഭൂരിപക്ഷമാകുന്ന 3 രാത്രിയും ഈ ആഴ്ച. ലൈലത്തു തർവിയ, ലൈലത്തു അറഫ, ലൈലത്തു ഈദുൽ അദ്ഹ, ലൈലത്തു ഈദുൽ ഫിത്ർ, ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. ദുൽഹജ്ജ് 8-ാം രാവും 9-ാം രാവും 10-ാം രാവും, പിന്നെ ചെറുപെരുന്നാൾ രാവും, പിന്നെ ശഅബാൻ 15-ാം രാവും. അങ്ങനെയല്ലേ ഹരീത്ത്? അപ്പൊ അതിന് ഭൂരിപക്ഷമാവുന്ന 3 രാത്രിയും ഈ ആഴ്ച. ഈ ആഴ്ച ഞാൻ കൃത്യമാക്കി തരാം. ഈ വരുന്ന വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച. അപ്പൊ കയ്യിലെടുത്ത് വ്യാഴാഴ്ച ഒന്ന് ഉറങ്ങുക, ശേഷം കൂടുതൽ ഉറങ്ങുക. പകല് രാത്രി ഇബാദത്തിന് താല്പര്യമുള്ളവർ പകൽ അവസരം തരുന്നു. ഈ ആഴ്ച 3 പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. എല്ലാ രാത്രി പ്രധാനവുമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ അസറിനേഷം ഉപയോഗപ്പെടുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട സമയം വെള്ളിയാഴ്ച. പള്ളിയിൽ നിന്ന് ഇറങ്ങരുത്. അങ്ങനത്തെ അവസരം ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തും. പൊതുവെ അസറിന് ശേഷം ഉറങ്ങാൻ പാടില്ല. അസറിന് ശേഷം ഉറങ്ങുന്ന ആളുകൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ അധികരിക്കും. അസർ മുതൽ ഇശാ വരെയുള്ള സമയം ഉറങ്ങലിന് മമ്നുവാണ്. ഉറങ്ങിയാൽ മനുഷ്യൻ മാനസിക പ്രശ്നങ്ങൾ കൂടും. അയാൾ ആവശ്യങ്ങളെല്ലാം അള്ളാഹിനോട് പറഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ ഒന്ന് കിടന്നെണീക്കുക. അപ്പോൾ അയാൾ ദാവൂദ് നബിയുടെ നോമ്പ് പോലെ ഉറക്ക് എണീക്കൽ ഉറക്ക്. ഇന്ന് നോമ്പ് വെച്ചാൽ നാളെ നോമ്പ് കൊടുക്കൂല, മറ്റന്നാൾ പിന്നെ നോമ്പ് കൊടുക്കും. ദാവൂദ് നബി അള്ളാഹു സുബ്ഹാനഹു ഏറ്റവും ഇഷ്ടം ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. അതായത് നോമ്പ് കൊടുക്കുകയാണെങ്കിൽ അതൊരു സുഖമാണ്, നോമ്പ് ഒഴിവാക്കി അതൊരു സുഖമാണ്. ഇന്ന് നോമ്പ് നാളെ നോമ്പില്ല, അത് നമ്മുടെ രീതികൾ മാറ്റും, തൊബിയത്തിനെ മാറ്റും. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ ഒക്കെ ഒന്ന് അടച്ചും തുടച്ചൊക്കെ ലെവലാക്കണം, അല്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയും. നീ ഒരു നടത്തം നടക്കണം. ആ വഴിയിൽ എങ്ങനെ നബി നടന്നു അങ്ങനെ നീ നടക്കണം. എന്നാലേ നിനക്ക് ഉള്ളിൽ കയറാൻ കഴിയും. നീ ഒരു നടത്തം നടക്കണം. ആ വഴിയിൽ എങ്ങനെയാണോ നബി നടന്നത് അങ്ങനെ നടന്നാൽ നബി കയറിയിടത്ത് നീയും കയറും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉളഹിയത്തിന്റെ കാര്യം റഹ്മത്തുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഉളഹിയത്ത് പോലെ ഒരു സംഗതിയില്ല. ഒരു ധനവും ചെലവഴിക്കപ്പെട്ടിട്ടില്ല, ഒരു സുന്നത്തായ ഒരു ധനവും ചെലവഴിക്കപ്പെട്ടിട്ടില്ല. പെരുന്നാളിന് അറുക്കുന്ന മൃഗത്തിന് വേണ്ടി ഒരാൾ ചെലവഴിച്ച ധനത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറൊരു ധനവും ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് ഉളഹിയത്ത് അറുക്കാൻ കഴിയും, എന്നിട്ടും അയാൾ ഉളഹിയത്ത് അറുത്തില്ലെങ്കിൽ പിന്നെ അയാൾ പെരുന്നാൾ നിസ്കരിക്കാൻ വരരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് ഉളഹിയത്ത് അറുക്കാൻ കഴിയും, എന്നിട്ടും അയാൾ ഉളഹിയത്ത് അറുത്തിട്ടില്ലെങ്കിൽ അയാൾ ബലി പെരുന്നാൾ നിസ്കരിക്കുന്നിടത്ത് എത്തിച്ചേരരുത് എന്ന് പുണ്യ റസൂൽ. ഉളഹിയത്തിന്റെ ഈ പെരുന്നാളിന് ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ പെരുന്നാളിന്റെ പ്രത്യേകത നോമ്പുൽക്ക് എന്നുള്ളതാണ്. ഈ പെരുന്നാളിന്റെ പ്രത്യേകതയാണ് എന്ത്? ബലി പെരുന്നാൾ തന്നെ പറയുന്ന അങ്ങനെ ബലി പെരുന്നാൾ എന്നാ പറയുക. ഈദുൽ അദ്ഹ ഉളഹിയത്തിന്റെ പെരുന്നാളാണ്. അപ്പൊ മർമ്മം എന്താണ്? ഉളഹിയത്ത് ബലിയാണ്. ഇതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചതിന്റെ ഒക്കെ അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകളൊക്കെ അത് ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. കഴിഞ്ഞ വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد الفاتح لما أغلق
والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم صلاة تفتح لنا بها أبواب الرضا والتيسير وتغلق بها عنا أبواب الشد والتعسير وتكون لنا بها وليا ونصيرا أنت ولينا ومولانا فنعم المولى ونعم النصير പഠിച്ചോനെ നീ ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ എല്ലാ പ്രയാസങ്ങളിൽ രക്ഷപ്പെടുത്തണമേ റബ്ബേ അല്ലാഹുവേ വലയാലിൻ അശ്ർ എന്ന ഈ 10 ദിനരാത്രങ്ങളിൽ നിനക്ക് ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് മുഖമുയർത്തി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ അല്ലാഹുവേ നിന്നെ സ്നേഹിക്കുന്നവരും നിന്നോടുള്ള ആ പ്രതിബദ്ധത അല്ലാഹുവേ പ്രകടിപ്പിക്കാൻ അവസരമുള്ളത് ഉപയോഗപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ റബ്ബേ നിന്റെ പൊരുത്തത്തിൽ മാത്രം ഞങ്ങളെ ജീവിപ്പിക്കണമേ റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ മരിപ്പിക്കണമേ റബ്ബേ നിന്റെ ഏറ്റവും പൊരുത്തമുള്ള വാക്ക് പറഞ്ഞ് അതിന്റെ ഉൾപ്പൊരുൾ അറിഞ്ഞ് ആ വാക്ക് പറഞ്ഞ് മരിപ്പിക്കണമേ റബ്ബേ അല്ലാഹുവേ പഠിച്ചോനെ ഞങ്ങളെ മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത നിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾ അറിയേണ്ട അനിവാര്യമായ രഹസ്യങ്ങൾ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിന്നിൽ കൂടുതൽ ഞങ്ങൾക്ക് താല്പര്യവും നിന്റെ അടയാളങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യവും ഉണ്ടാകാൻ വേണ്ടി അല്ലാഹുവേ ഞങ്ങളെ റൂഹിനെങ്കിലും നീ അത് കാണിക്കണമേ തമ്പുരാൻ നിന്റെ ആരിഫ്യങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നിന്റെ മുത്തഖീങ്ങളിൽ ചേർക്കണമേ റബ്ബേ നിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ ഈ സദസ്സിലുള്ള എല്ലാവർക്കും പുറത്തേറണമേ റബ്ബേ എല്ലാവരെയും ദുആ സ്വീകരിക്കണമേ എല്ലാവരെയും ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണമേ എല്ലാവരുടെയും ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين